ജേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ ശാലിനി സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ രാഘവൻ നായരുടെ പേരിലേക്ക് എഴുതി കൊടുക്കുവാണ്. നമ്മുടെ സുസ്മിതനെയും ഉപേന്ദ്രനെയും പറ്റിച്ച് അങ്ങനെ തന്നെ വേണം പറയാൻ വേണ്ടി. നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ, അടിപൊളി എപ്പിസോഡായിരുന്നു. അങ്ങനെ അവരറിയാതെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റുകളും രാഘവൻ നായരുടെ പേരിൽ എഴുതുന്നു. അങ്ങനെ ഈ രജിസ്ട്രാർ അത് വായിക്കുമ്പോഴാണ് നമ്മുടെ സുസ്മിതയും ഉപേന്ദ്രനും ഞെട്ടുന്നത്. പെട്ടെന്ന് അവരിത് വാങ്ങിയത് കത്തിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ മറ്റേ മേഡം വന്ന് സുസ്മിതേനെ നിർത്താൻ പറയും. അങ്ങനെ സുസ്മിതേനെ നന്നായിട്ട് വഴക്ക് പറയും. അറസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അങ്ങനെ കുറേ എന്തൊക്കെയോ കേസുകളൊക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെയാണ് പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ സുസ്മിതയ്ക്കിട്ട് നല്ല പണി കൊടുക്കുകയാണ്. അപ്പോൾ സുസ്മിത തിരിച്ച് ശാലിനിയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വിടാനൊന്നും പോകുന്നില്ല, ബാക്കി നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ തന്നെ സുസ്മിത നിൽക്കുകയാണ്. അപ്പോൾ സുസ്മിത ഉപേന്ദ്രന് അടുത്ത പണിക്കായി ഒരുങ്ങുകയാണ്. അങ്ങനെ ശാലിനി രോഹിത്തിനെയും കൂട്ടി ഈ സ്വത്തുക്കൾ മുഴുവൻ ഡോക്യുമെൻറ്റുകളായിട്ട് രാഘവൻ നായരെ കാണാൻ പോകുക. അങ്ങനെ രാഘവൻ നായരെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സത്യഭാമയ്ക്ക് വീണ്ടും അവളോടൊരു കൂടുതൽ സ്നേഹം. കാരണം രോഹിത്തിനെ അന്നേരം വഴക്കൊന്നും പറയുന്നൊന്നുമില്ല. അല്ലെങ്കിൽ രോഹിത്തിനെ കാണുമ്പോഴേ സത്യഭാമ വാളെടുക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ സ്നേഹത്തിൽ തന്നെ ഇടപെടുന്നു. അങ്ങനെ സ്വത്തുക്കൾ മുഴുവൻ രാഘവൻ നായർക്ക് കൊടുക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ശാലിനിക്ക് ഇങ്ങനെ ഓരോ പണികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തൻ്റെ ചേച്ചിയെ ഇങ്ങനെ ആക്കിയവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് ശാലിനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ശാലിനി അവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്, ശാരികയുടെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും അമ്മാവനുമെതിരെ. അങ്ങനെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം അവർ പറയും, നിങ്ങളെന്താ പറയുന്നത്, അവൾക്ക് പ്രാന്തില്ലെന്നോ, പിന്നെ ഞങ്ങളുടെ കയ്യിൽ കടിച്ചൊക്കെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ശാലിനി പറയും, എൻ്റെ ചേച്ചി ഇത്രയും നാൾ അനുഭവിച്ചത് ഞാൻ കണ്ടില്ല എന്ന് നടിക്കണോ, ഓരോരുത്തരെ വെറുതെ വിടാൻ പറ്റത്തില്ല, ഇവർക്കെതിരെ കേസ് എടുക്കണം എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ അവർക്കെതിരെ കേസ് കൊടുത്ത് തൻ്റെ ചേച്ചിയെ സേഫാക്കിയാണ് നമ്മുടെ ശാലിനി. പിന്നീട് ഇനി നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡിലായിരിക്കും നമ്മുടെ നസീറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.